എല്ലാ കൂട്ടുകാർക്കും കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒട്ടും തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് മാറ്റിയതാണ്. ബാക്കി വരുന്ന ആ ഒരു മൈദമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം തന്നെ അരിച്ചെടുക്കണുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കോഴിമുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ തണുപ്പ് നന്നായി പോയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഏകദേശം പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്ര പോരാ, നന്നായിട്ട് തന്നെ പതഞ്ഞെടുക്കണം. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു മുട്ടയിൽ അലിഞ്ഞ് കിട്ടിക്കോളും. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഈ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ അതുപോലെ കേക്കിൻ്റെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ക്വാണ്ടിറ്റിയിൽ വരുന്ന ടിന്നാണ്. ഇതിനുള്ളിലായിട്ട് കുറച്ച് ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അല്പം ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കേക്ക് ഇളക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിയും കൊക്കോ പൗഡറും ചേർത്തിട്ടുള്ള ആ ഒരു പൗഡർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ വേണം ഇതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത്. അങ്ങനെ ചെയ്തെടുത്താൽ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഞാനിപ്പോൾ ദാ മൈദമാവ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഇതൊരുപാടങ്ങ് തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുള്ള പാലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഇപ്പോൾ ദാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ദാ ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഈ കേക്ക് ടിന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിലേറെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്തെടുക്കുക. ഈ ഒരു പോട്ട് ഞാൻ ലോ ഹീറ്റിൽ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിനുള്ളിലായിട്ട് ഒരു റിങ്ങോ അതല്ലെങ്കിൽ ചെറിയൊരു പാത്രമോ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 30-35 മിനിറ്റൊക്കെ സമയമെടുക്കും ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ ഒരു വിസ്കിൽ ഇതെടുക്കുന്ന സമയത്ത് ഒലിച്ചു പോവാതെ നല്ല സ്റ്റിഫായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം.
ഇനി നമുക്ക് കേക്കിൻ്റെ സ്പഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പഞ്ചസാര ഇതിലൊന്ന് നല്ല രീതിയിൽ മിക്സായി കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ഫ്ലേവറും ആ ഷുഗർ സിറപ്പിന് കിട്ടും. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ ചെയ്യണത് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ 50 ഗ്രാമിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റർ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ കേക്ക് ഇതാ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഈ ടിന്നിൽ നിന്നും ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശമൊക്കെ ഒരു ചട്ടകം കൊണ്ടോ സ്പാച്ചില വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിട്ടു പോരും. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്പഞ്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. എങ്കിലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് 2 പീസാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൊട്ടിപ്പോവാതെ 2 പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് നടുവിലായിട്ട് ഒരല്പം ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത് ആ ഒരു സ്പഞ്ചിൻ്റെ മുകൾ ഭാഗമാണ് ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു കേക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് സ്പഞ്ചിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഒരു പീസുമാണ്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ കേക്ക് നല്ല ലെവലിലായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്പഞ്ച് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടുന്ന രീതിയിലായിരിക്കണം ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എല്ലാ ഭാഗവും നനഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു കേക്ക് പീസിൻ്റെ ആ ഒരു തിക്നെസ്സിൽ തന്നെ വേണം ഈ ഒരു വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒന്ന് വെതറി കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, കുറച്ചൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറീസും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചോക്ലേറ്റ് മാത്രമേ അതൊന്ന് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിന് മുകളിലായിട്ട് ബാലൻസ് ഉള്ള ഒരു സ്പഞ്ച് കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പഞ്ച് അതിൻ്റെ ഏറ്റവും അടിഭാഗമാണ് നമ്മളിപ്പോൾ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിന് മുകളിലായിട്ട് ബാലൻസ് ഉള്ള ആ ഒരു ഷുഗർ സിറപ്പ് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും സോക്ക് ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി വീണ്ടും വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റിൽ തന്നെ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പരന്നിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതാ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഇതിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണത്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒന്നും കുറേശ്ശെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് വശങ്ങളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതവിടെ നിന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളെ കേക്ക് പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ ഈ രീതിയിൽ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക.
ഇനി മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നോസിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കേക്കിൻ്റെ മുകൾ ഭാഗത്തും മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ഫ്ലവർ കൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് വെതറി കൊടുക്കുകയാണ്. അപ്പോൾ 2 രീതിയിൽ ഇത് ചെയ്തെടുക്കുക. ആദ്യം ചോക്ലേറ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കുക. അതല്ലെങ്കിലും ആദ്യം ഫ്ലവർ ഡിസൈൻ ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് ഫ്ലവർ ഡിസൈൻ ചെയ്യുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പല രീതിയിലും പല ഡിസൈനിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ലുക്ക്. ഇനി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ചെറീസ് കൂടെ ഇതിന് മുകളിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ കേക്ക് സെറ്റായി. അപ്പോൾ ഈ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പല രീതിയിലും പല മോഡലും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചെറീസ് ഇതുപോലെ ആ ഓരോ ഫ്ലവറിനും മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടത് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇത് അതൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എങ്കിലും ആ സ്പഞ്ചൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ കേക്കും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.